SIR യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുകയാണ്. അതായത് കേരളത്തിൽ SIR നടപടികൾ നമ്മുടെ വീടുകളിലേക്ക് എത്തുകയാണ് നാളെ മുതൽ. എന്യൂമറേഷൻ ഫോമുമായി BLOമാരൊക്കെ നമ്മുടെ വീടുകളിലേക്ക് എത്തും. 2002 വോട്ടർ പട്ടികയിൽ പേരുണ്ടോ, ഇപ്പോഴത്തെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് വെക്കുന്നത് നല്ലതാണ്. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമ്മൾ കൃത്യമായി മറുപടി നൽകേണ്ടി വരും. കാരണം നമ്മുടെ വോട്ട് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശമാണ്. അത് നഷ്ടപ്പെടുത്തിക്കൂടാ. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വലിയ ജാഗ്രത നമ്മളെല്ലാവരും പുലർത്തേണ്ടതുമുണ്ട്. പക്ഷേ അതിനിടക്ക് ഈ SIRനെതിരെ നിയമ പോരാട്ടവുമായി നേരത്തെ ബീഹാറിലൊക്കെ ഇന്ത്യ മുന്നണി മുന്നോട്ട് പോയിരുന്നു. തമിഴ്നാട് സുപ്രീം കോടതിയിൽ പോകാൻ വേണ്ടി ഒരുങ്ങുന്നു. കേരളവും നിയമവഴിയിൽ പോകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അജിംസ, ഈ നിയമവഴിയിൽ പോയി കഴിഞ്ഞാൽ നിലവിലുള്ള SIRൽ എന്തെങ്കിലും മാറ്റം വരാനുള്ള സാധ്യത നമ്മൾ പ്രതീക്ഷിക്കാം? ഈ SIRനെ പറ്റി പറയുമ്പോൾ ഇപ്പോൾ ബീഹാറിൽ ഇത്രയും വാർത്തകൾ വന്നു കഴിഞ്ഞ 2 മാസത്തിനിടയിൽ. എന്തെല്ലാം തരം വാർത്തകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ബീഹാർ ഒരു സ്പെസിമിനായി ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഭയക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ തമിഴ്നാട്ടിലും കേരളത്തിലൊന്നും അങ്ങനെ ഭയക്കേണ്ടി വരില്ല. 2 സംസ്ഥാനങ്ങളും കുറേ കൂടി പൊളിറ്റിക്കലി ചാർജ്ഡ് ആയിട്ടുള്ള സംസ്ഥാനങ്ങളാണ്. ആളുകൾ വിജിലൻ്റാണ്, രാഷ്ട്രീയ പാർട്ടികൾ വിജിലൻ്റാണ്. അതുകൊണ്ട് ബീഹാറിൽ നടന്നതൊന്നും ഇവിടെ നടക്കില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. പക്ഷേ നമ്മൾ കേരളത്തിൻ്റെ ഒരു ഉദാഹരണം, തൃശ്ശൂർ ഒരു ഉദാഹരണമായിട്ട് എടുത്താൽ അങ്ങനെ ആശ്വസിക്കാൻ പറ്റിയൊരു സാഹചര്യമല്ല തമിഴ്നാട്ടിലും കേരളത്തിലും ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ രാഷ്ട്രീയ പാർട്ടികൾ സ്ട്രോങ് ആണ്, ഗ്രാസ് റൂട്ട് ലെവലിൽ അവരുടെ പ്രവർത്തകരൊക്കെ ഉള്ളതാണ്. എന്നിട്ട് തൃശ്ശൂരിൽ അട്ടിമറി നടന്നു. SIRൻ്റെ ഒരു തുടക്കമാണ് അതുകൊണ്ട് പറയാം. കാരണം വോട്ടർ പട്ടിക, കരട് വോട്ടർ പട്ടികയിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഔദ്യോഗികമായി ഭരണാധികാരി അറിയിച്ചിട്ടും അന്തിമ വോട്ടർ പട്ടിക വരുമ്പോൾ അതിൽ കൂടുതൽ ക്രമക്കേടുകളാണ് ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ വോട്ട് ചേർക്കപ്പെടുന്നു എന്നുള്ള പ്രശ്നമാണ്. അപ്പോൾ അന്ന് ഭരണാധികാരി സ്വീകരിച്ച നിലപാട് എന്താണ്? വോട്ടർ പട്ടികയിൽ പേരുള്ളവരൊക്കെ വോട്ട് ചെയ്യട്ടെ എന്നാണ്. അതായത് വോട്ടർ പട്ടിക എന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധ ഗ്രന്ഥമായി ഭരണാധികാരി പ്രഖ്യാപിക്കുകയാണ്. ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതിന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്ത്യയിലെ ഇലക്ഷൻ നിയമങ്ങൾ തെരഞ്ഞെടുപ്പിൻ്റെ പൂർണ്ണ അധികാരവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്നു എന്നിരിക്കും. പിന്നെ അതിന് ലീഗലി ചലഞ്ച് ചെയ്യാനൊന്നും പറ്റുമെന്നില്ല. അതാണ് ഒരു പ്രശ്നം. അപ്പോൾ കേരളത്തിൽ തൃശ്ശൂർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ SIRനെ കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പേടിച്ചേ മതിയാകൂ. കാരണം വോട്ടർ പട്ടിക, അന്തിമ വോട്ടർ പട്ടിക പുറത്തു വന്നതിന് ശേഷം ഇത് അങ്ങനെയല്ല, ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല, ഞങ്ങൾ ചേർത്ത വോട്ടല്ല, ഇത് വേറെ വോട്ടുകളുണ്ട് എന്ന് രാഷ്ട്രീയ പാർട്ടികൾ പരാതിപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. കരട് വോട്ടർ പട്ടിക വരുമ്പോൾ അത് പരിശോധിക്കുക, അന്തിമ വോട്ടർ പട്ടിക വന്നു കഴിയുമ്പോൾ അതിലും പ്രശ്നമാണെങ്കിൽ പിന്നെ ഇവിടെ പോയി പറയാനാണ്. പിന്നെ തെരഞ്ഞെടുപ്പ് ആ വോട്ടർ പട്ടിക വെച്ച് തെരഞ്ഞെടുപ്പ് നടത്താനേ പറ്റുള്ളൂ. അതുകൊണ്ട് SIR പ്രോസസ്സിനെ ബീഹാറിൽ ഭയക്കണമെങ്കിൽ തമിഴ്നാട്ടിലും കേരളത്തിലും ഭയന്നേ മതിയാകും. ഇപ്പോൾ ഈ 2 സംസ്ഥാനങ്ങളും തമിഴ്നാടും കേരളവും ഇതിനെ എതിർക്കുന്നുണ്ട്, SIRനെ എതിർക്കുന്നുണ്ട്, രാഷ്ട്രീയമായി എതിർക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഇന്നലെ ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. ഓൾ പാർട്ടി മീറ്റിങ്ങിൽ BJPയും AIDMKയും പങ്കെടുത്തിട്ടില്ല. സ്വാഭാവികമായിട്ട് അവർ പങ്കെടുക്കില്ല. അവർ SIRനെ സപ്പോർട്ട് ചെയ്യുന്ന 2 പാർട്ടികളാണ്. അതിൽ രസകരമായ കാര്യം TVK, വിജയുടെ പാർട്ടി അതിൽ പങ്കെടുത്തില്ല എന്നുള്ളതാണ്. വിജയുടെ പാർട്ടി പറയുന്നത്, നിങ്ങൾ കേരളത്തിലേക്ക് നോക്കൂ, കേരള അസംബ്ലി യുനാനിമസ് ആയിട്ടൊരു പ്രമേയം പാസ്സാക്കി, എന്തുകൊണ്ട് DMK അത് പാസ്സാക്കുന്നില്ല? DMK ഇത് അവരുടെ താല്പര്യത്തിന് വേണ്ടി കളിക്കുകയാണെന്ന് പറഞ്ഞാൽ TVK ആ ഓൾ പാർട്ടി മീറ്റിങ്ങിൽ നിന്ന് വിട്ടുവെക്കുകയാണ് ചെയ്തത്. അതേസമയം തമിഴ്നാട് എന്ത് ചെയ്യുന്നു? തമിഴ്നാട് അവർ സുപ്രീം കോടതി സമീപിക്കാൻ പോവുകയാണെന്ന് പറയുന്നു. ഇപ്പോൾ നിലവിൽ ഓൺഗോയിങ്, ഇപ്പോൾ നാളെ ആ കേസ് പരിഗണിക്കുകയാണ്. നാളെ 4-ാം തീയതിയാണ്. നാളെ ഈ കേസ് പരിഗണിക്കുകയാണ്. 5-ാം തീയതി 6-ാം തീയതി അതിൻ്റെ 2ാമത്തെ ദിവസം ബീഹാറിൽ വോട്ട് നടക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ഫേസ് പോൾ നടക്കാൻ പോവുകയാണ്. അപ്പോൾ നാളെ സുപ്രീം കോടതി ഈ കാര്യത്തിൽ എന്ത് പറയുന്നുള്ളത് വളരെ നിർണായകമാണ്. ആ ഉള്ള വോട്ടർ പട്ടിക വെച്ചിട്ട് നടക്കട്ടെ എന്ന് സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞാൽ ആ വിധിയിൽ പിന്നെ ആ കേസിൽ പിന്നെ പോയിട്ട് കേരളത്തിനോ തമിഴ്നാടിനോ പോയി കക്ഷി ചേർന്നിട്ടും കാര്യമില്ല. വേറെ ഫ്രഷ് ആയിട്ടൊരു കേസ് കൊണ്ടുവരും. ഒന്ന്. അപ്പോൾ തമിഴ്നാട് പറഞ്ഞ് ഞങ്ങൾ ലീഗലി ചലഞ്ച് ചെയ്യും, SIR വർക്കിംഗ് ക്ലാസ് അധ്വാന വർഗ്ഗത്തിൻ്റെ വോട്ട് വെട്ടിമാറ്റാനുള്ള BJPയുടെ പണിയാണെന്ന് പരസ്യമായി DMK പ്രഖ്യാപിച്ചു കഴിഞ്ഞു. തമിഴ്നാടിനെ സംബന്ധിച്ച് അവർക്ക് കൂടുതൽ ഭയക്കണം, കേരളത്തെക്കാൾ കൂടുതൽ. കാരണം തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ എത്രമാത്രം പേർക്ക് ഇതേക്കുറിച്ച് ബോധമുണ്ടാകും, അവരുടെ വോട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അവർക്ക് പറ്റും എന്ന് പറയുമ്പോൾ DMK അത് കുറേ കൂടി സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. DMK എന്ത് ചെയ്യുന്നു? DMKയുടെ പാർട്ടി പ്രവർത്തകർക്ക് അവർ പ്രത്യേകമായ ട്രെയിനിങ് കൊടുക്കുകയാണ്. SIR പ്രോസസ്സിൽ ട്രെയിനിങ് കൊടുക്കുകയാണ്. ഈ പറയുന്ന ബീഹാർ മോഡൽ തമിഴ്നാട്ടിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള വിജിലൻ്റ് ആയിട്ടുള്ള ഒരു പ്രവർത്തനം തമിഴ്നാട്ടിൽ ആരംഭിച്ചു കഴിഞ്ഞു. DMKയുടെ കേഡേഴ്സിനെ വിളിച്ചു വരുത്തി, ഓരോ ബൂത്ത് ലെവലിലും കേഡേഴ്സിനെ വിളിച്ചു വരുത്തി അവർ ട്രെയിനിങ് കൊടുക്കുകയാണ്. എങ്ങനെ വോട്ട് ചേർക്കുന്നത്, ഈ കള്ളവോട്ട് ചേർക്കുന്നത് തടയാം, അതുപോലെ വോട്ട് വെട്ടിമാറ്റുന്നത് തടയാം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരതിന് നിയമപരമായും സാങ്കേതികമായും അതിനെ നേരിടാൻ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി കേരളത്തിലേക്ക് വരിക. കേരളം രാഷ്ട്രീയമായി അതിനെ എതിർക്കുന്നുണ്ട്. അത് UDF LDF എതിർക്കുന്നുണ്ട്. BJP മാത്രമാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ
ഇതിനൊരു നിയമവഴിക്ക് പോകണമെന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരമില്ല, സർക്കാരിന് ഉത്തരമില്ല. കോൺഗ്രസും ആ നിയമവഴിക്ക് പോകണമെന്ന് കോൺഗ്രസും പറഞ്ഞു കേട്ടിട്ടില്ല. ഇനി മറ്റൊരു കാര്യം, ഞാൻ എൻ്റെ വാർഡിലെ അവസ്ഥ ഞാൻ നോക്കുകയാണ്. അപ്പോൾ എൻ്റെ വാർഡിൽ എനിക്ക് വോട്ടുണ്ടോ? ഞാൻ 2002 വോട്ടുള്ള ആളാണ്. 2002 വോട്ടർ പട്ടികയിൽ എനിക്ക് വോട്ടുള്ള ആളാണ്. അപ്പോൾ എൻ്റെ വോട്ട് ഉണ്ടാവുമോ എന്നറിയാൻ വേണ്ടി ഞാൻ BLO ആരാണ് എന്നറിയാൻ വേണ്ടി ചീഫ് ഇലക്ഷൻ ഓഫീസറുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് നോക്കുമ്പോൾ 2 പേര് കൊടുത്തിട്ടുണ്ട്. അടുത്തുള്ള ബൂത്തിൽ, ആ ബൂത്ത് സ്കൂളാണ്, സ്കൂളിലെ അധ്യാപകരും അവിടുത്തെ ഒരു ജീവനക്കാരിയുമാണ് അവിടുത്തെ BLO മാർ 2 ബൂത്തുകളിൽ. അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. അവരുടെ പേരതിലുണ്ട്, പക്ഷെ അവർക്ക് അതിനെക്കുറിച്ച് അവർ BLO ആണെന്ന് അറിയില്ല. നാളെ SIR പ്രോസസ്സ് തുടങ്ങുകയാണ്. ഇന്നലെ ഞാൻ ചോദിക്കുമ്പോൾ, ഇന്ന് ഞാൻ വീണ്ടും കൺഫേം ചെയ്തു, രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനം വിളിച്ചിട്ട് ചോദിച്ചു ഇവരാണെന്ന് ചോദിച്ചപ്പോൾ അവർക്കറിയില്ല, അവർക്കതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ജാഗരൂകരായിരിക്കണം എന്നുള്ളൊരു പ്രത്യക്ഷ സൂചനയാണിത്. ആ വെബ്സൈറ്റിൽ പേര് കൊടുത്തിട്ടുള്ള BLO മാർ അവരറിഞ്ഞിട്ടില്ല അവരാണ് BLO മാർ എന്നുള്ള അവർക്കറിയില്ല, അതിനെക്കുറിച്ച് അവർക്ക് ധാരണയില്ല. മറ്റൊരു കാര്യം, കേരളത്തിലെ SIR പ്രോസസ്സ് രാഷ്ട്രീയ പാർട്ടികൾ എത്ര സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ DMK എടുത്തതുപോലെ ബീഹാറിൽ ഇന്ത്യ സഖ്യം എടുത്തതുപോലെ ഒരു വിജിലൻസ് ആ കാര്യത്തിൽ ഇവിടെ ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം 2 കാര്യമുണ്ട്. ഒന്ന്, തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകണം. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടിക വെച്ചിട്ട് അവരുടെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒക്കെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞു കോർപ്പറേഷനിൽ. അപ്പോൾ അതിൻ്റെ പ്രചാരണ പരിപാടികളിലാണ്. കോഴിക്കോടാണെങ്കിൽ UDF കോർപ്പറേഷൻ ഭരണത്തിനെതിരെ വ്യാപകമായ സമരത്തിലാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ കേഡറിനെയും അവരുടെ ഫോഴ്സിനെയും പൂർണ്ണമായും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് തിരിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് SIR നടക്കുന്നത്. ഇതാണ് ഏറ്റവും വലിയ അപകടം. കാരണം അവർ ഈ SIRൽ ആളുകളുടെ പേര് വെട്ടുമോ കള്ളവോട്ട് ചേർക്കുമോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ അവർ ചിന്തിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിലേക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ 2 തെരഞ്ഞെടുപ്പ്, 2 വോട്ടർ പട്ടിക, ഇതിലേക്ക് ശ്രദ്ധ തിരിക്കാൻ തക്ക പ്രവർത്തകരൊന്നും രാഷ്ട്രീയ പാർട്ടികൾക്കില്ല. അത്രയും രാഷ്ട്രീയ പാർട്ടികൾ, കാരണം ഒരു വാർഡിൽ അല്ലെങ്കിൽ ഒരു ബൂത്തിൽ 1-2 പ്രവർത്തകരാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും ആക്റ്റീവായിട്ട് താഴെ തട്ടിലുണ്ടാവുക. അപ്പോൾ ദിനേന ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന 1-2 പേരെ ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് പൂർണ്ണമായ അവരുടെ പ്രവൃത്തി സമയം ഈ SIRന് വേണ്ടി തിരിച്ചു വയ്ക്കാൻ കഴിയില്ല. അതാണ് കേരളത്തെ സംബന്ധിച്ച്, കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ അപകടം അതാണ്. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ ഇത് ശ്രദ്ധിക്കാനേ കഴിയില്ല. അതുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ എതിർക്കുന്നത്. പക്ഷേ ഇതിന് ഒരു ലീഗൽ വഴികളിലൂടെ പോകാൻ പറ്റുമോ? അത് ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ച് ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമോ? ഇപ്പോൾ പ്രമേയം പാസ്സാക്കിയതുകൊണ്ട് കാര്യമില്ല. പ്രമേയം എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷനോടുള്ള പ്രമേയമാണ്. ആവശ്യം അവർ തള്ളുകയാണ് ചെയ്തത്. ഇനി എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും ഇത് എതിർക്കുന്ന മുന്നണികൾ 2 പേരും UDF-കളുടെയും കൂട്ടായിരുന്ന് ആലോചിച്ച് എന്താണ് വേണ്ടതെന്നുള്ളൊരു സ്ട്രാറ്റജി രൂപീകരിക്കണം. ലൈക്ക് ഇൻ തമിഴ്നാട്. ഇവിടെ അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോലും സമയമില്ല എന്നുള്ളതാണ്. ഇവിടെ ഞാൻ വീണ്ടും പറയുന്നത് ജാഗരൂകരാവേണ്ടത് വോട്ടർമാർ തന്നെയാണ്. കുറഞ്ഞ പക്ഷം തങ്ങളുടെ വോട്ട് നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. കള്ളവോട്ട് ചേർത്ത് തടയാതായാലും വോട്ടർമാർക്ക് കഴിയില്ല. അത് തടയാൻ കഴിയുക ഈ രാഷ്ട്രീയ പാർട്ടികൾക്കാണ്. രാഷ്ട്രീയ പാർട്ടികൾ അത് ശ്രദ്ധിക്കുക. തങ്ങളുടെ വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ വോട്ടർമാർ ശ്രദ്ധിക്കുക എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. വോട്ടർമാർ ശ്രദ്ധിക്കണം, തങ്ങളുടെ വോട്ട് സെക്യൂറാണ് എന്ന് ഉറപ്പാക്കാൻ വേണ്ടി. പക്ഷേ എത്ര പേർ അത്രത്തോളം ശ്രദ്ധാലുക്കളാകും? പ്രത്യേകിച്ചും യുവാക്കളൊക്കെ ഈ വോട്ട് ചെയ്യുന്നതിലൊന്നും വലിയ കാര്യമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളൊക്കെ ഒരുപാട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെ അത് അത്രത്തോളം പ്രാവർത്തികമാകും? ഇപ്പം ഞാൻ 2002 പട്ടിക പരിശോധിച്ചു, എൻ്റെ പേരുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. റാവു ഉറപ്പുവരുത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഉറപ്പില്ല. അതുപോലെ പലരും അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. ഒരു ഭാഗത്ത് സർക്കാർ സർവകക്ഷി യോഗം വിളിക്കാൻ വേണ്ടി പോകുന്നു, നിയമവഴി സ്വീകരിക്കുമെന്ന് പറയുന്നു, പക്ഷേ ഇതുവരെ എന്താണ് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ SIR കേന്ദ്രം ഉദ്ദേശിച്ചതുപോലെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിച്ചതുപോലെ അങ്ങ് നടപ്പിലാക്കി പോകാനുള്ള സാധ്യതയാണോ കാണുന്നത്? അങ്ങനെ ഒരുപാട് വോട്ടുകൾ ഇല്ലാതായി പോകുന്ന അവസ്ഥയിലേക്ക് എത്തുമോ? അല്ല, ഇതിന് പല വശങ്ങളുണ്ട്. ഇപ്പോൾ ഒന്നാമത് ആദ്യം നൗഫൽ പറഞ്ഞ കാര്യം, അതായത് വോട്ട് എന്ന് പറയുന്ന സംഗതി, വോട്ട് എന്തിനാണ് ചെയ്യുന്നത്? രാഷ്ട്രീയം എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാനോ അതിൻ്റെ ഭാഗമാകാനോ അതിൻ്റെ ഡിസ്കഷനിൽ പങ്കാളിയാകാനോ അതിലേതെങ്കിലും തരത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനൊന്നും എനിക്കിഷ്ടമല്ല. വോട്ട് ചെയ്യാൻ പോലും ഞാൻ പോകുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരിൽ ഒരു ഭാഗം ആൾക്കാർ അങ്ങനെയുള്ളവരുണ്ട്. അവരാദ്യം മനസ്സിലാക്കേണ്ട കാര്യം, കഴിഞ്ഞ കുറേ ദിവസമായി നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ, അവരാദ്യം മനസ്സിലാക്കേണ്ടത് ഇത് കേവലം പഞ്ചായത്ത് ഇലക്ഷനിലും അസംബ്ലിയിലും ലോക്സഭയിലും വോട്ട് ചെയ്യാനുള്ള നിങ്ങളുടെ അവകാശവുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി മാത്രമാണോ എന്ന് നന്നായി ഒന്ന് ആലോചിച്ചുകൊള്ളുക. നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമൊന്നുമില്ല, ശരി, നിങ്ങൾ വോട്ട് ചെയ്യേണ്ട, നിങ്ങളാരും നിർബന്ധിച്ചുകൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഇന്ത്യൻ പൗരൻ എന്ന രേഖ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? അങ്ങനെ ഉണ്ടാവണമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇന്ത്യയിൽ നിൽക്കാൻ പറ്റുക. ആ രേഖ ഉണ്ടെങ്കിൽ മാത്രമാണ് പാസ്പോർട്ട് കിട്ടുക. ആ രേഖ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇന്ത്യക്ക് പുറത്തു പോകാൻ പറ്റുക. അപ്പോൾ ഇത് കേവലമായിട്ട് എന്തോ ഒരു വോട്ടർ പട്ടിക പരിശോധനാ പരിപാടിയാണ്. അത് കഴിഞ്ഞാൽ കഴിയും, ഇനി വോട്ടില്ലെങ്കിലും വേണ്ടില്ല, അല്ലെങ്കിലും എനിക്ക് നമ്മൾ പണിയെടുത്താൽ നമുക്ക് ജീവിക്കാം എന്നൊക്കെയാണ് വിചാരിക്കുന്നതെങ്കിൽ ഇത് അവസാനം ഒരു നോക്കൂ, ജനപ്രാതിനിധ്യ നിയമം തന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ വോട്ടർ പട്ടികയിൽ പേരില്ല, പക്ഷേ നിങ്ങളോട് താമസിക്കുന്നു. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങളുടെ പൗരത്വ രേഖകൾ ആവശ്യപ്പെടാൻ കഴിയും.
നിങ്ങളുടെ പൗരത്വം പരിശോധിക്കാൻ സ്റ്റേറ്റിന് അവകാശവും വരും. അപ്പോൾ വോട്ടർ പട്ടികയിൽ പേരുണ്ടാവുക എന്നത് പൗരത്വവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന രേഖകളിലൊന്നാണ് എന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ആ നിലയ്ക്കുള്ള പരിശോധനയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതായത് SIRൻ്റെ നിങ്ങൾ അതിൻ്റെ ഒരു ഘടന എടുക്കുക, അതിൻ്റെ ഒരു പരിശോധന വഴി പരിശോധിക്കുക. അതിന് NRCയുടെ എന്താണോ പരിശോധന വഴി അതിൻ്റെ ബ്ലൂ പ്രിൻറ്റുമായിട്ട് വളരെ മാച്ചിങ് ആണത്. അതായത് നിങ്ങളുടെ പൗരത്വം മേൽ സംശയം ഉന്നയിക്കപ്പെടുന്നു, ഒരു BLO വന്ന് പരിശോധിക്കുന്നു, അയാൾ നോക്കുമ്പോൾ ആധാർ മിസ്മാച്ചിങ് ആണ്, കാർഡുകൾ അല്ലെങ്കിൽ മറ്റ് പ്രൂഫുകൾ മിസ്മാച്ചിങ് ആണ്, അപ്പോൾ അയാൾ ഡൗട്ട്ഫുൾ സിറ്റിസൺ എന്ന് രേഖപ്പെടുത്തുന്നു. ഇവിടെയും അതുതന്നെയാണ്. നിങ്ങളുടെ വീട്ടിൽ വരുന്നു, നോക്കുന്നു, ആളില്ല. രണ്ടാമതും വരുന്നു, നോക്കുന്നു, ആളില്ല. മൂന്നാമതും വരുന്നു, നിങ്ങളെക്കുറിച്ച് വിവരമില്ല. അപ്പോൾ ഇയാളെ ഡിലീറ്റ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുക്കുകയാണ്. ഡിലീറ്റ് ചെയ്യപ്പെടുന്നു. ഒരു പട്ടിക പുറത്തു വരുന്നു, അതിനുമേൽ നിങ്ങളെ ഹിയറിങ്ങിന് വിളിക്കുന്നു. ഹിയറിങ്ങിന് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഹാജരാവാൻ കഴിയുന്നില്ല. ഡിലീറ്റ് ചെയ്യാൻ, പെർമനൻ്റായിട്ട് ഡിലീറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. NRCയിൽ എന്താണ്? നിങ്ങളെ ഹിയറിങ്ങിന് വിളിക്കുന്നു, ആദ്യം ചോദിച്ച അതേ പ്രൂഫുകൾ വീണ്ടും ചോദിക്കുന്നു, നിങ്ങൾക്കതിൽ പലതും ഹാജരാക്കാൻ കഴിയുന്നില്ല, നിങ്ങൾക്ക് പൗരത്വമില്ല എന്ന് തീർപ്പാക്കുന്നു. സമാനമായ പ്രോസസ്സാണ് SIRന് വേണ്ടി ബീഹാറിലും മറ്റ് 12 സംസ്ഥാനങ്ങളിലും ഇപ്പോൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് കാണുക. അപ്പോൾ അതിൻ്റെ അവസാനം സംഭവിക്കുന്നത് എന്താണ്? രേഖകളില്ലാത്തതിൻ്റെ പേരിൽ അടിസ്ഥാനാവകാശമായ വോട്ടവകാശത്തിൽ നിന്ന് വെട്ടിമാറ്റപ്പെടുന്ന ആളായിട്ട് നിങ്ങൾ മാറും. പൗരത്വം എങ്ങനെയാണോ വെട്ടിമാറ്റപ്പെടുന്നത് അതുപോലെ. അതുകൊണ്ട് ഇത് വെറും ഒരു പരിപാടി മാത്രമാണ് എന്ന് വിചാരിച്ചാൽ ഉണ്ടാകുന്ന കുഴപ്പം അതാണ്. അതുകൊണ്ട് വോട്ടിലൊന്നും താല്പര്യമില്ലെന്ന് വിചാരിക്കുന്ന ആൾക്കാർ പൗരത്വത്തിൽ താല്പര്യമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇതാണ് എന്ന് ഞാൻ പറയും. കാരണം ഈ പ്രോസസ്സിന് ആ നിലയ്ക്കുള്ള സമാനതകളുണ്ട്. കേരളത്തിൽ നടപ്പിലാക്കുമ്പോൾ ഇപ്പം നേരത്തെ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ്, കേരളത്തിലെ ആളുകൾ ഭയങ്കരമായ രാഷ്ട്രീയ വിദ്യാഭ്യാസമുള്ളവരാണ്, ഭയങ്കര വിജിലൻ്റ് ആണെന്ന് പറയുമ്പോൾ കേരളത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല, അതായത് കേരളത്തിൽ പലയിടത്തും പൂട്ടിക്കിടക്കുന്ന വീടുകളുണ്ട്. അത് ഏതെങ്കിലും പ്രത്യേക മേഖലകളിൽ മാത്രമല്ല വീടുകൾ പൂട്ടിക്കിടക്കുന്നത്, ചില പ്രത്യേക ദേശത്ത് മാത്രമല്ല ആളുകളില്ലാത്തത്, ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ടുള്ളത്, ഇവിടെ വരാത്തത്, ഇനിയും തിരിച്ചു വരാൻ സാധ്യതയുള്ളവർ കേരളത്തിലെ എല്ലാ മേഖലകളിലും ഉണ്ട്. അവിടെയുള്ള ആൾക്കാരുടെ വീട്ടിൽ വരുന്നു, ആളെ കാണുന്നില്ല, വീണ്ടും വരുന്നു, ആളെ കാണുന്നില്ല, ഹിയറിങ്ങിന് വിളിക്കുന്നു, വരുന്നില്ല, വരാൻ പറ്റുന്നില്ല. മലയാളി എന്ന് പറഞ്ഞാൽ ലോകത്തെവിടെയെല്ലാം തൊഴിലും ജീവിതവും തേടിപ്പോയവരാണ്. കേരളത്തിന് പുറത്തു പോയവരുണ്ട്, ഇന്ത്യക്ക് പുറത്തു പോയവരുണ്ട്. അവർക്കെല്ലാവർക്കും ഈ ഷോർട്ട് ടേമിൽ, ഈ ചുരുങ്ങിയ കാലത്താണല്ലോ നടപ്പിലാക്കി തീർക്കുന്നത്. അല്ല, ഇതേ അവസ്ഥ ബീഹാറിലുണ്ട്. ബീഹാറിലുള്ള ആളുകൾ അധികം ജോലി ചെയ്യുന്ന ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും കേരളത്തിലൊക്കെയാണ്. അവർ തൊഴിൽ തേടി പോയിരിക്കുന്നത്. അവരാണ് ഏറ്റവും കൂടുതൽ പുറത്താക്കപ്പെട്ടവർ. പ്രവാസികളായ അല്ലെങ്കിൽ ബീഹാറിന് പുറത്തു പോയ ബീഹാറികളാണ് ഏറ്റവും കൂടുതൽ വെട്ടിക്കളഞ്ഞത്. അങ്ങനെയാണ് 65 ലക്ഷം പേര് ആദ്യഘട്ടത്തിൽ പോയത്. ഇവിടെയും സംഭവിക്കാൻ സാധ്യതയുള്ളൊരു മഹാദുരന്തമാണത്. അത് പല മേഖലകളിലും അത് ഇമ്പാക്റ്റ് ചെയ്യും. അതിനുള്ള പരിഹാരം എന്താണെന്ന് ചോദിച്ചിട്ട് ഈ കമ്മീഷൻ അതിനെക്കുറിച്ച് മറുപടി പറയുന്നുണ്ടോ? പുറത്തുപോയ ആൾക്ക് നിങ്ങൾക്ക് എല്ലാവരെയും ഹിയറിങ്ങിന് വിളിക്കുമെന്നാണ് ഈ കമ്മീഷൻ പറയുന്നത്. ഈ കർണാടകയിൽ നമ്മൾ കണ്ടല്ലോ, ഹിയറിങ്ങിന് വിളിച്ചു, അല്ലെങ്കിൽ ഹിയറിങ്ങിന് വിളിച്ചോ, ആരെയൊക്കെ ഹിയറിങ്ങിന് വിളിച്ച പല ആൾക്കും അവർക്ക് അവരുടെ വോട്ട് വെട്ടാനുള്ള നിർദ്ദേശം എവിടെ നിന്ന് കിട്ടിയെന്ന് കേൾക്കുമ്പോൾ അവർ ഞെട്ടിപ്പോവാണ്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിൽ ആകെപ്പാടെ സംശയങ്ങളുള്ള ഒന്നാണ്. ഈ പ്രോസസ്സിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നത് കാണേണ്ട കാര്യമാണ്. പരമാവധി ആളുകളെ, അതായത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വോട്ട് പട്ടിക പരിഷ്കരണം പരമാവധി അതിനൊരു ഇൻക്ലൂസീവായ സ്വഭാവം ഉണ്ടായിരുന്നു. ഏതെങ്കിലും രേഖ വെച്ചിട്ടായാലും ഈ നാട്ടിൽ താമസിക്കുന്ന മനുഷ്യന്മാരെയെല്ലാം വോട്ടവകാശത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണമെന്നായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഒരു ആയം എന്തിനാണ്? എക്സ്ക്ലൂഷനാണ്. പരമാവധി എങ്ങനെ ഒഴിവാക്കാം? കാരണം നേതാക്കന്മാർ തന്നെ പ്രസംഗിച്ചിരിക്കുന്നത് മൊത്തം നുഴഞ്ഞു കയറ്റക്കാരാണ്, ചിതൽപുറ്റുകളാണ്, എല്ലായിടത്തും വിദേശികൾ വന്നിരിക്കുന്നു. എന്ത് സംഭവം ഉണ്ടായാലും പറയും അത് നുഴഞ്ഞു കയറ്റക്കാർ. നിപ്പ പടർന്നാൽ അപ്പം പറയും ബംഗ്ലാദേശിൽ നിന്ന് ആളുകൾ നുഴഞ്ഞു കയറി കേരളത്തിൽ വന്നിരിക്കുകയാണ്, അവർ പരത്തുന്നതാണ് എന്ന് പറയും. എന്നീ കൈൻഡ് ഓഫ് ക്രൈസിസ് ഉണ്ടായാൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം നുഴഞ്ഞു കയറ്റക്കാർക്കാണ്. നുഴഞ്ഞു കയറ്റക്കാരെ പുറത്താക്കണം. ആ നുഴഞ്ഞു കയറ്റക്കാരെ പുറത്താക്കൽ പ്രോസസ്സാണിത് എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റും ഒരു മെസ്സേജുമാണ് ടോട്ടൽ സിസ്റ്റത്തിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അവരെന്താ ചെയ്യുക? എക്സ്ക്ലൂഷൻ. പരമാവധി ആൾക്കാരെ എങ്ങനെ ഒഴിവാക്കും? അത് പ്രത്യേക ദേശങ്ങളിലെ മനുഷ്യരെ, പ്രത്യേക വിഭാഗങ്ങളിൽപ്പെട്ട മനുഷ്യരെ ഒഴിവാക്കാനാണ് ആലോചിക്കുക. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കുരുക്കിൽ നിങ്ങൾ പെട്ട് കഴിഞ്ഞിട്ട് അവസാനം ഒരു പട്ടിക വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ കഴിയുമല്ലോ എന്ന് ചോദിച്ചാൽ തൃശ്ശൂരിലെ കഥ നമ്മൾ കേട്ടതാണ്. തൃശ്ശൂരിലൊരു പട്ടിക പുറത്ത് വന്നപ്പോൾ അവിടെയുള്ള മുഴുവൻ കക്ഷികളും ഞെട്ടിപ്പോയി. ഇതെന്ത് പട്ടിക? ഇവരൊക്കെ ആരാണ്? അപ്പോൾ പ്രശ്നം ഉന്നയിച്ചപ്പോൾ ജില്ലാ ഭരണാധികാരി പറയുന്നത് ഇപ്പോൾ എല്ലാവരും വോട്ട് ചെയ്തോട്ടെ, പിന്നെ നോക്കാമെന്നാണ്. അപ്പോഴും നോക്കിയില്ല, പിന്നെയും നോക്കിയില്ല, പരാതി ഉണ്ടായതിനു ശേഷവും നോക്കിയിട്ടില്ല. വോട്ടിംഗ് നടന്നു. അവിടുത്തെ റിസൾട്ട് എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതുകൊണ്ട് ഒരു പട്ടിക അവരുണ്ടാക്കും, ഉണ്ടാക്കിയ പട്ടിക പ്രസിദ്ധീകരിക്കും. നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ വിയോജിപ്പ് നിങ്ങളുടെ കയ്യിലിരിക്കുകയുള്ളൂ എന്ന് വരും. കാരണം ഈ പറഞ്ഞ ഒബ്ജക്ഷൻസിനെ ഒന്നും ഈ കമ്മീഷൻ എടുക്കുന്നില്ല. അതുകൊണ്ട് വ്യക്തിപരമായ ജാഗ്രത ഉണ്ടാവുകയാണ് ആദ്യത്തെ കാര്യം. കാരണം രാഷ്ട്രീയ പാർട്ടികൾക്ക് പലതരം പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അവർ പഞ്ചായത്ത് ഇലക്ഷൻ തിരക്കിലാണ്, നേരത്തെ അജിംസ് പറഞ്ഞത്. രണ്ടാമത്, രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ കൂടെയുള്ള അവർക്ക് വോട്ട് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ആളുകളുടെ വോട്ടിനെ കുറിച്ചാണ് അവരുടെ ഉറപ്പ്. CPIഎമ്മിനെയും കോൺഗ്രസും അപ്പുറത്തും ഇപ്പുറത്തുമുള്ള വോട്ടുകൾ ഒഴിവാക്കാൻ അവരല്ലാതെ ശ്രമിക്കും നമ്മൾ കാണുന്നുള്ളൂ. BJP അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രമിക്കുമല്ലോ. ആ കൂട്ടത്തിൽ അപ്പുറത്തെ വോട്ട് പോയ പോട്ടെ എന്ന് ചിലപ്പോൾ അവർ വിചാരിച്ചിരിക്കും. നമ്മുടെ വോട്ടാണോ? അല്ല, പോട്ടെ. കോൺഗ്രസ് എന്താ വിരിക്കുക? നമ്മുടെ വോട്ടാണോ? അല്ലേ, പോട്ടെ. അങ്ങനെ വിചാരിക്കാനുള്ള സാധ്യതയുണ്ട് ലോക്കൽ വശത്ത്. അപ്പം അവരവരുടെ താല്പര്യത്തെ നിർത്തും. അതിനപ്പുറം പോയിട്ട് മനുഷ്യർ വ്യക്തിപരമായി നിങ്ങൾ ജാഗ്രത നിലനിർത്തിയാൽ നിങ്ങൾ കൊള്ളാം. ഇപ്പോൾ കേരളത്തിൽ ഈ SIR നടപ്പിലാക്കിയേ പറ്റൂ. കേരളം മൊത്തം കുഴഞ്ഞു മറിഞ്ഞ ഒരു സംസ്ഥാനമാണ്. അശ്വിനി കുമാർ ഉപാധ്യായ എന്ന് പറഞ്ഞൊരു BJP നേതാവ് സുപ്രീം കോടതി പോയി.
കേരളത്തിൽ SIR നടത്തണം. കേരളം അത്രയും കുഴപ്പമാണ്. കേരളത്തിൽ അവരുടെ ഒരു ടാർഗറ്റ് ഏരിയ ആയിട്ട് അവർ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥലമാണ്. കേരളത്തിൻ്റെ മൊത്തം ഡെമോഗ്രഫി അപകടകരമാണ് എന്ന് നാട് മുഴുവൻ നടന്ന് പ്രസംഗിക്കുന്ന BJP നമ്മൾ കാണുന്നുണ്ട്. സൂക്ഷിച്ചോ, കേരളം പോലെ ആകാൻ പോവുകയാണ് നമ്മൾ. കേരളം ഈ പറഞ്ഞ ഭീകരവാദത്തിൻ്റെ നഴ്സറിയാണ്. കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് അധികാരവും പവറും ഉണ്ട്, മണി അവരുടെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ വലിയ മുദ്രാവാക്യങ്ങൾ കേൾക്കുന്നതാണ്. അപ്പോൾ കേരളം ഒരു ടാർഗറ്റാണ്. ആ കേരളത്തിൽ അവരെ എക്സ്ക്ലൂഷൻ ആലോചിക്കുമ്പോൾ എങ്ങനെയൊക്കെ സംഭവിക്കുന്ന എല്ലാവരും ആലോചിച്ചാൽ കൊള്ളാം. രണ്ടാമത്, കേരളം മുഴുവൻ ഇവർ ഈ പരിപാടി നടപ്പിലാക്കാൻ പോകുന്നതല്ല. നമ്മൾ ഈ വോട്ടർ പട്ടിക ക്രമക്കേടിൻ്റെ കഥ എടുത്ത് നോക്ക്. അതിനകത്ത് എവിടെയാണ് അതിൻ്റെ ബെനിഫിഷ്യറീസ് എന്ന് പറഞ്ഞാൽ ഒറ്റ പാർട്ടിയാണ്, BJP ആണ്. ഇപ്പോൾ തൃശ്ശൂരിൽ 9 പേര് ഒരു ഫ്ലാറ്റിൽ വന്നു. അപ്പോൾ ഞാൻ BJPയുടെ ജില്ലാ പ്രസിഡന്റിനോട് ചോദിച്ചു, 9 പേര് ഒരു ഫ്ലാറ്റിൽ വന്നു, പട്ടിക പ്രശ്നമാണല്ലോ, നിങ്ങൾ പരാതി കൊടുക്കുന്നുണ്ടോ? ഇല്ല, അവർക്ക് പരാതിയില്ല. UDFനും പരാതിയുണ്ട്, LDFനും പരാതിയുണ്ട്, അവർക്ക് മാത്രം പരാതിയില്ല. വോട്ടർ പട്ടിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് രാജ്യത്തൊരിടത്തും BJPക്ക് മാത്രം പരാതിയില്ല. കാരണം എന്താണ്? BJP ആണ് അതിൻ്റെ ബെനിഫിഷ്യറി, അതിൻ്റെ ഗുണഭോക്താവ് BJP ആണ്. പക്ഷേ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞായിരുന്നു അത് വയനാട്ടിൽ നടത്തണമെന്നൊക്കെ. പക്ഷേ അതിനെക്കുറിച്ച് വയനാട്ടിൽ നടത്താൻ അവർ ആവശ്യപ്പെട്ടു. അങ്ങനെ പ്രശ്നമുള്ളവരെല്ലാം സത്യവാങ്മൂലം തരൂ എന്ന് കമ്മീഷൻ വന്ന് വാർത്താസമ്മേളനം നടത്തി പറഞ്ഞല്ലോ. BJP കൊടുത്തോ? കൊടുത്തില്ലല്ലോ. BJP സീരിയസ് ആയിട്ട് പറഞ്ഞതല്ല, അത് വെറുതെ ഒരു കൗണ്ടർ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ BJPക്ക് ഇവിടെ ചില പ്രത്യേക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് വിജയിക്കാമെന്ന പ്ലാനുണ്ട്. കേരളം മുഴുവൻ ജയിക്കാമെന്ന് വിചാരിക്കുന്നില്ല. അവർക്ക് ചില പ്ലാനുണ്ട്. ആ മണ്ഡലങ്ങളെങ്കിലും മറ്റെല്ലാ കക്ഷികളും നോക്കി വെച്ചേക്കുക. അതാണ് ഞാൻ പറയുക. അവർക്ക് അവരുടെ A ക്ലാസ് മണ്ഡലങ്ങളായി വിജയിക്കാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞൊരു മാർക്ക് ചെയ്തിട്ടുള്ള അസംബ്ലി ആൻഡ് ലോക്സഭാ മണ്ഡലങ്ങൾ, പഞ്ചായത്തുകൾ, കോർപ്പറേഷനുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പതുപോട്ടെ പട്ടിക വരെയാണ്. അസംബ്ലി ആൻഡ് ലോക്സഭ അത് നിങ്ങൾ നോക്കി വെച്ചേക്കുക. അവിടെ നിങ്ങൾക്ക് 4 കണ്ണുണ്ടാവുക, ഇല്ലെങ്കിൽ അവിടെ എന്തും സംഭവിക്കാം. കാരണം ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ അട്ടിമറികളുടെയും അല്ലെങ്കിൽ അട്ടിമറി ആരോപണങ്ങളുടെയും ഗുണഭോക്താവ് BJP ആണ്. അതുകൊണ്ട് കക്ഷികൾക്ക് നല്ല ജാഗ്രത ഉണ്ടാവട്ടെ, മനുഷ്യന്മാർക്ക് എല്ലാവർക്കും നല്ല ജാഗ്രത ഉണ്ടാവട്ടെ. കാരണം ഈ പോക്ക് നമ്മൾ എല്ലായിടത്തും, ബീഹാറിലെ മനുഷ്യർ നമ്മോട് വിളിച്ച് പറയുന്നുണ്ട്, മലയാളികളെ നിങ്ങൾ ജാഗ്രതയുള്ളവരായിരുന്നുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളുടെ വോട്ടും പോകും, നിങ്ങളുടെ പൗരത്വവും സംശയത്തിലാകും. നാളെ നമ്മളോട് നിൻ്റെ വോട്ടർ പട്ടികയിൽ പേരില്ല, പിന്നെ നീ എവിടുത്തെ ഇന്ത്യക്കാരാണെന്ന് ആർക്കും ചോദിക്കാം. അത് കേട്ടിട്ടേ പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അതുകൊണ്ട് ആ ജാഗ്രത ഉണ്ടാവട്ടെ എന്നാണ്. നിയമ നടപടിയൊക്കെ ആലോചിക്കാവുന്ന കാര്യമാണ്, പക്ഷേ അത് മാത്രം വിജയകരമാകും. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ നിയമ നടപടിയായിട്ട് പോയിട്ടുണ്ട്. ബീഹാറിലെ തന്നെ പോയിട്ടുള്ള നമ്മൾ കണ്ടാണ്. അതിലൊന്നും കോടതി ഒരു തീരുമാനം എടുക്കുമെന്നും എപ്പോൾ എടുക്കും എല്ലാം കൂടെ പോയി കഴിഞ്ഞായിരിക്കും കോടതി പരിഗണിക്കുക തന്നെ. സോ അതുകൊണ്ട് ഓരോ മനുഷ്യരും കേവലം വോട്ടിൻ്റെ പ്രശ്നം മാത്രമല്ല, കേവലം വോട്ടല്ലല്ലോ, വോട്ട് നമ്മുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വെപ്പണാണ്. അപ്പോൾ അതുകൊണ്ട് അടിസ്ഥാന അവകാശം, അവസാനത്തെ അവകാശം, ഈ രാജ്യം ആര് ഭരിക്കണം ആര് ഭരിക്കേണ്ടെന്ന് തീരുമാനിക്കാനുള്ള അവകാശം പോകാൻ പോകുന്ന ഏർപ്പാടാണ് എന്ന ഓർമ്മ എല്ലാവർക്കും ഉണ്ടാവട്ടെ. യെസ്, അതെ, വോട്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിനോട് കൃത്യമായി സഹകരിക്കേണ്ടി വരും, കൃത്യമായി നമ്മൾ ജാഗ്രത പുലർത്തേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളെല്ലാം ഇന്ത്യക്കാരല്ലാതായി മാറും എന്നുള്ളതാണ് പ്രശ്നം.